PSLVയുടെ തുടർച്ചയായ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിന് പിന്നാലെ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയായെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി പ്രത്യേക ഒരു സമിതി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അട്ടിമറി നടന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ വിജയരാഘവൻ അദ്ദേഹത്തെ ചെയർമാനാക്കിക്കൊണ്ട് സോമനാഥ് സാറിനെ അംഗമാക്കിക്കൊണ്ട് ഒരു അന്വേഷണ സമിതി പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് തുടരെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-62-ൻ്റെ പരാജയം 2 പ്രാവശ്യം അത് പരാജയപ്പെട്ടു. അപ്പോൾ അത് മറ്റു രാഷ്ട്രങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക ഇന്ത്യ വളരുന്നത് മറ്റു രാഷ്ട്രങ്ങളുടെ ഒരു ചാരപ്പണി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ വിലക്കെടുത്തുവെന്ന് അറിയുവാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച അനുസരിച്ച് രാഷ്ട്ര ഉപദേഷ്ടാവ് ഇവിടെ വരികയും അതിൻ്റെ ആൾക്കാർ ISR ഉദ്യോഗസ്ഥരുമായി ഡിസ്കഷൻ ചെയ്യുകയും ആ ഫയൽ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ഡോക്ടർ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള സമിതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തികച്ചും നമ്മുടെ അടുത്തടുത്ത് ഭാരതം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഉപഗ്രഹ സംരക്ഷണങ്ങൾ ഇന്ന് ഷാറിൽ പല രാജ്യങ്ങളും ഇങ്ങോട്ട് വന്ന് ശാസ്ത്ര സാങ്കേതിക അവരുടെ റോക്കറ്റുകൾ സയൻറ്റിസ്റ്റിന് വേണ്ടി മുകളിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അസൂയ പൂണ്ട ചില രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളായ ചൈന പോലുള്ളവർ ഭാരതത്തിൻ്റെ ഈ ശാസ്ത്ര സാങ്കേതിക നാം ഒരു തുടർച്ച കാണുന്നുണ്ടല്ലോ. തുടർ പരാജയങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ പിന്നീട് മോദി ഇടപെടുന്നു. അജിത് ഡോവൽ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുന്നു. ആ സന്ദർശനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് മോദിക്ക് നൽകിയ പശ്ചാത്തലത്തിലാണോ അടുത്തൊരു നീക്കം? ആണ്. കാരണം ഇത് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കാശെന്നറിയാം. 2500 ടൺ ഭാരമുള്ള ഉപഗ്രഹമാണ്. അതിനെന്തുമാത്രം ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് പൈസ പോകുന്നു. ഇപ്പോൾ ഓരോന്നിങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഖജനാവ് കാലിയാകും. അപ്പോൾ ഓരോ പൈസയും പണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ മാത്രമല്ലല്ലോ, സുരക്ഷയുടെ പ്രശ്നമുണ്ട്. നമ്മുടെ ക്രെഡിബിലിറ്റിയും രാജ്യസ്നേഹമുള്ള ഉദ്യോഗസ്ഥരാണോ സയൻറ്റിസ്റ്റുകളാണോ എന്ന് മോഡിജിക്ക് അറിയണം. അതുകൊണ്ടാണ് അജിത് ഡോവൽ പോലുള്ളവർ തിരുവനന്തപുരത്ത് വന്നത്. അപ്പം നമുക്കറിയാം പണ്ട് വന്നതിനെ പോലെ വിമർശിച്ചിരുന്നു. അതെ, അതിൻ്റെ ഇതാണ് പറയുന്നത്. ചുവപ്പ് നാടയിൽ ഇതിപ്പം നേരത്തെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന ഗവൺമെൻറ്റുകളാണെങ്കിൽ ഇതിന് തയ്യാറാകുകയില്ല. പണ്ട് രാഹുൽ ഗാന്ധി നമ്മുടെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഇറങ്ങിയപ്പം എത്രയോ ഗ്രഹങ്ങളാണ് കടലിൽ വീഴുന്നത്, എത്രയോ പൈസയാണ് നഷ്ടമാകുന്നത്. പക്ഷേ ഇനി അങ്ങനെ നടക്കുകയില്ല. രാജ്യത്ത് നോക്കുവാൻ ഒരു കാവൽക്കാരൻ എന്നുള്ള നിലയിൽ ആവശ്യിച്ച പോലെ നമുക്കൊരു ആളുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും കാശ് കടലിൽ കൊണ്ട് കളയുന്നത് എന്താണ്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പാളിച്ചയാണോ, എഞ്ചിനീയേഴ്സിൻ്റെ അഭാവമാണോ, ഏതെങ്കിലും ശത്രു രാജ്യങ്ങളുടെ കൈ ഇതിലുണ്ടോ എന്ന് ഭരണകർത്താക്കൾക്ക് അറിയണ്ടേ. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഈ മുരുകൻ എന്ന് പറയുന്ന ചെയർമാൻ ഇരുന്ന സമയങ്ങളിലാണ് ഒരുപാടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 2 PSLV C-62 വിഴുന്നിട്ടുള്ളൂ. അപ്പോൾ അത് അന്വേഷിക്കുവാൻ ഇവിടെ വന്നു. നമുക്കറിയാം ഭാരതം ഈ 12 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഒരു ശാസ്ത്രജ്ഞനെ കള്ളക്കേസിൽ കുടുക്കി, ചാരക്കേസിൽ, മറിയം റഷീദ പോലുള്ള ചാരക്കേസ്. അത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കുകൾ കൊണ്ടാണ്. കരുണാകരൻ, ഉമ്മൻചാണ്ടി പോലുള്ള ഗ്രൂപ്പ് വഴക്ക്, ബലിയാട് പുറത്തു വരാതിരിക്കുവാൻ നമ്മുടെ ക്രയോജനിക് സൃഷ്ടിച്ച ഒരു സയൻറ്റിസ്റ്റിനെയാണ് കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയത്. അവസാനം ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന് ഫുൾ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. തെളിവില്ല. അപ്പോൾ ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ക്രയോജനിക്സുകളും നമ്മുടെ ഈ PSLV അതുപോലെ LPSC എല്ലാം വിജയിക്കാതിരുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായിട്ടുള്ള ഇതില്ല, എല്ലാം വരട്ടെ എന്നുള്ളതല്ല. ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ അവരുടെ എന്താണോ ഉദ്യോഗസ്ഥർ പറയുന്നു അവർക്ക് വിജയം ഉറപ്പാണെന്ന് കാര്യമാണെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ് സയൻറ്റിസ്റ്റുകൾക്ക് കൊടുക്കുകയാണ്, ISROയ്ക്ക്, വിവിധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പല നിർണായക നേട്ടങ്ങൾ ഭാരതം കൈവരിച്ചു. ആ കൈവരിപ്പ് വരാതിരിക്കുവാൻ വേണ്ടി വിദേശ രാഷ്ട്രങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരെ വിലക്കെടുത്തോ എന്നുള്ള ബന്ധം വേണം.
ഈ ശാസ്ത്രജ്ഞർ വിദേശത്ത് പോയിട്ടുള്ള ബന്ധം എന്തിനാണ്? അപ്പോൾ എത്ര പ്രാവശ്യം ഇവർ വിദേശത്ത് പോയിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ ആ ഹെഡ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ വിദേശ രേഖകൾ ഇതിനൊക്കെ വീക്ഷിക്കാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് നമ്മുടെ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് വന്നത്. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ കള്ളത്തരം പുറത്തു വരും, അതിന് യാതൊരു സംശയമില്ല. അത് നല്ല ക്രെഡിബിലിറ്റി, രാജ്യസ്നേഹമുള്ള ഉദ്യോഗസ്ഥന്മാരും നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്ററുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു ഡോക്ടർ വിജയരാഘവൻ. അതുപോലെ തന്നെ സോംനാഥ് ഇരുന്നപ്പോൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ, ചാരപ്രവർത്തനങ്ങൾ നടത്താൻ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറയുകയാണോ കൂടുകയാണോ? കുറയുകയാണ്. ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക രംഗം പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗിൻ്റെയും ഇരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഗ്രഹങ്ങൾ വിജയിക്കുകയില്ല. കോൺഗ്രസ്സുകാർ ഇരുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളുടെ ചില ചാരക്കൈകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. പത്രം വായിക്കുന്നവർക്കും ശാസ്ത്രരംഗത്തുള്ളവർക്കും അറിയാം. ചില രാഷ്ട്രങ്ങളുടെ കടന്നുകയറ്റം കോൺഗ്രസിൻ്റെ ഭരണത്തിലുണ്ടായിരുന്നു. ഈ 12 വർഷം കൊണ്ട് മറ്റ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുക്കാമെന്നുള്ളതല്ലാതെ ഗവൺമെൻറ് തലത്തിൽ ഫയലുകൾ ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ വരുന്നില്ല. ഗവൺമെൻറ്റിനെ കറക്റ്റ് ഇന്ത്യ രാജ്യം പരമമായ ലക്ഷ്യത്തിലേക്ക്, വൈഭവത്തിലേക്ക് വരണമെന്നുള്ള ഒരു ആപ്തവാക്യം ഈ ഗവൺമെൻറ്റുണ്ട്. പണ്ടത്തെ ഗവൺമെൻറ്റിന് അതല്ല. പണ്ടത്തെ നേതാക്കളുടെ കണക്കുകൾ എടുത്ത് നോക്കൂ, ഏതെല്ലാം വിദേശ രാഷ്ട്ര ബാങ്കുകളിൽ കാശുണ്ട്. ചിദംബരത്തിനെ തന്നെ എടുത്തു നോക്കൂ, ചിദംബരത്തിനെ വിടൂ. ചിദംബരത്തിൻ്റെ മകന് തന്നെ എത്ര രാജ്യത്തെ വസ്തുക്കളുണ്ട്, എത്ര രാജ്യത്തെ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലേ? അതുപോലെ മണിശങ്കർ അയ്യർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ വീണ്ടും CM പിണറായി വരുമെന്ന് അദ്ദേഹത്തിനൊരു അറിവ് കിട്ടിയതുകൊണ്ടാണ്. അദ്ദേഹത്തെ പോലുള്ളവർ ഇത്തരത്തിലുള്ള ചാരവൃത്തിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരെപ്പോലുള്ളവർ AICയിലെ ഉന്നത പദവികൾ കൊടുക്കാതിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ട ചില രാഷ്ട്രങ്ങളുണ്ട്, കോൺഗ്രസ്സുകാരുമായിട്ട് ബന്ധമുള്ള. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് നമ്മൾ എറിയുണ്ട നായി ഓടുന്ന പോലെ ഓടി നടക്കുന്നത്, പുലഭ്യം പറഞ്ഞ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ കൂടി കൂറില്ലാത്ത അവർ പറയുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണെന്ന്. അവർ മാത്രമല്ല ഇവിടെ സ്വാതന്ത്ര്യത്തിന് പോരാടിയത്. നിരവധി കമ്മ്യൂണിസ്റ്റുകാർ പോരാടിയിട്ടുണ്ട്, RSSകാർ പോരാടിയിട്ടുണ്ട്. ഇപ്പോഴാണ് പുതിയ 12 വർഷത്തിലൊരു ഗവൺമെൻറ് വന്നപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് ബ്രിട്ടീഷുകാർ ഒപ്പം പോരാടിയ ആൾക്കാരുടെ പേരുകൾ പുറത്തു വരുന്ന രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ പരമോന്നത സർസംഘ പൂജനീയ സർസംഘചാലകായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം അഡ്ഗേവർ കോൺഗ്രസിൻ്റെ പല സമരങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്നു. അതൊന്നും ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചിട്ടില്ല. പുതിയ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഡൽഹിയുടെ അകത്തളങ്ങളുടെ അലമാരകൾ തുറന്നപ്പോൾ ആ രേഖകൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ യോഗ്യൻ AICC നിശ്ചയിച്ച ആളാരാണ്? ഉരുക്കു മനുഷ്യനായ സർദാർ പട്ടേൽ. നെഹ്റുവിൻ്റെ പേര് AICCയിൽ പറഞ്ഞിട്ടില്ല, അതൊന്ന് പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ സൈന്യത്തിന് പ്രചോദനമായിക്കൊണ്ടിരുന്ന INA സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം അന്നത്തെ കോൺഗ്രസിനെയും നെഹ്റുവിനെയും എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവം പോലും കിട്ടാത്ത രീതിയിൽ മാറ്റി. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് എന്നും കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു, ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ. അദ്ദേഹത്തിനെ വിഷത്തിനകത്ത് ഗ്യാസ് കയറ്റി നമ്മുടെ കാശ്മീരിലിട്ട് അദ്ദേഹത്തിനെ കൊന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇന്നത്തെ പാർട്ടിയുടെ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹം കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മുഗൾ സാരാഭ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആന്ധ്രയിൽ മരിച്ചു കിടന്നു പാളത്തിൽ. ഇതെല്ലാം ദുരൂഹതകളാണ്. അപ്പോൾ അത് ഉള്ള ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇന്ന് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുവാൻ അതിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. അതിലേക്കുള്ള ചില തുറന്ന സത്യങ്ങളാണ് ഇന്ന് പല രേഖകളും അലമാരകളും പൂട്ടിവെച്ച പുസ്തകങ്ങൾ തുറന്നു നോക്കിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് അഡ്ഗേവാറും അതുപോലെ പലരും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ്സിന് രാജ്യസ്നേഹം ഇല്ലായിരുന്നു. അവരുടെ നേതാക്കൾക്ക് 10 തലമുറയ്ക്ക് കാശ് സമ്പാദിക്കുക, അതിനുവേണ്ടി രാജ്യത്തെ ഏത് രീതിയിലും ഒറ്റിക്കൊടുക്കും. ഭാരതം അല്ലെങ്കിൽ പിന്നെ ഈ 12 വർഷം കൊണ്ട് ഈ ഭാരതം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ വരേണ്ട കാര്യം. അന്ന് നമ്മളെ റോഡുകൾ നന്നാവേണ്ടതല്ലേ? ഇന്ന് നോക്കൂ റോഡുകൾ നന്നായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും
ഇന്ന് മേക്കിംഗ് ഇന്ത്യ ആയിട്ട് ഇന്ത്യയിലുള്ള സ്റ്റീലുകൾ കൊണ്ട് ഇന്ത്യയിൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ISRO വിടുന്ന ഉപഗ്രഹങ്ങളെല്ലാം IC ആയാലും ഡയോഡ്സ് ആയാലും കപ്പാസിറ്റർ ആയാലും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. തിരുവനന്തപുരം കാർഗോ പോലുള്ള കോംപ്ലക്സുകളിൽ, വില്ലണ്ടൻ ഐലൻഡ് പോലുള്ള തുറമുഖങ്ങളിൽ വിദേശത്തു നിന്നുള്ള എക്യുപ്മെൻറ്റുകളാണ് ISRO ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ISROയുടെ പർച്ചേസ് ഓഫീസർമാരെല്ലാം കോടാനുകോടി സാമ്പത്തിക ശേഷിയുള്ളവരാണ്. ഇന്നതല്ല, ഇന്ത്യക്കകത്തുള്ള മിഷനറിയും ടൂൾസും സ്റ്റീലും ഉപയോഗിച്ചതിന് ശേഷം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി. ഭാരതം ആത്മനിർഭർ ഭാരതിൽ സ്വയം പര്യാപ്തിയിലെത്തി. മേക്കിംഗ് ഇന്ത്യ. ഏത് വസ്തു ഇപ്പോൾ ഇമ്പോർട്ടിങ് ഇല്ല. ഓപ്പൺ ജനറൽ ലൈസൻസ് OGL എന്ന് പറയുന്നത് നരേന്ദ്രമോദി എടുത്ത് കളഞ്ഞു. പണ്ടതല്ല, ഏത് സാധനവും ഇന്ത്യക്കകത്ത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ പർച്ചേസ് ഓർഡറുകൾ ചെയ്യുമ്പോഴുള്ള ക്രയവിക്രയങ്ങൾ, അത് കഴിഞ്ഞ് കള്ളക്കടത്ത് കുറഞ്ഞിരിക്കുന്നു. സ്വർണം, മയക്കുമരുന്ന്, തോക്ക് തുടങ്ങിയവ ആരാ റെക്കമെൻഡ് ചെയ്യുന്നത്? കസ്റ്റംസിനകത്ത് ഒരാൾ കാർഗോ വന്നാൽ കോൺഗ്രസ് നേതാക്കൾ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കും, ആ കാർഗോ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ബീഹാറിലെ കട്ടക്കിലോ കാശ്മീരിലോ പോയിരിക്കും. എത്ര കസ്റ്റംസ് ഓഫീസേഴ്സിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ബോംബെയിൽ. ഇന്നത് നടക്കുന്നില്ല. ശക്തമായ അന്വേഷണങ്ങളിൽ കാർഗോ സംവിധാനങ്ങളും ചരക്കുകളും വരുന്നു പോകുന്നു. എക്സ്പോർട്ടിന് വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. പണ്ട് എനിക്കറിയാം, ഞാൻ ആ രീതിയിൽ കസ്റ്റംസ് ഹൗസ് ഏജൻ്റ് ആയിരുന്നുകൊണ്ട് അറിയാം. പണ്ട് ചേമ്പ് അയച്ചിട്ട് ഫ്രൂട്ട്സിൻ്റെ ഗവൺമെൻറ് സബ്സിഡി വെട്ടിച്ച മുതലാളിമാരും എക്സ്പോർട്ടേഴ്സും ഇവിടെ ഉണ്ട്. ഹ്യൂജ് എമൗണ്ട്. ഏത്തങ്കായ്ക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടുള്ളത്. എന്താ? കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ മുതലാളിമാരാണ്. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടണം. അപ്പം മരിച്ചിനി, അതുപോലെ പൈനാപ്പിൾ, അതുപോലെ ജാക്ക് ഫ്രൂട്ട് തുടങ്ങിയ സാധനങ്ങൾ അയച്ചിട്ട് ആ 1 കിലോയ്ക്ക് 3 രൂപ സബ്സിഡി അന്നുണ്ടായിരുന്നു. അപ്പോൾ 2000 കിലോയ്ക്ക് 2000 × 3 രൂപ വെച്ച് എത്രയാണ് ഫ്രൂട്ട് സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നത്? ഇതെല്ലാം ബനാന എന്നടിച്ച് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ അർഹതയുള്ളവർക്ക്. എന്നാൽ ആ സബ്സിഡി ആർക്കാ കിട്ടേണ്ടത്? ഈ വാഴ നട്ട് വളർത്തി നേന്ത്രപ്പഴം വട്ട് നടത്തുന്ന കർഷകൻ്റെ കയ്യിലാണ് ഈ 3 രൂപ എത്തേണ്ടത്. അത് എത്തുന്നത് ഇവിടുത്തെ മുതലാളി. എന്താ പ്രൊസീജിയർ? കസ്റ്റംസ് സീലടിച്ച ഷിപ്പിംഗ് ബില്ലും കസ്റ്റംസ് സീലടിച്ച ഇൻവോയ്സും കൊണ്ടു കൊടുത്താൽ ഗവൺമെൻറ് ഇന്ന് പൈസ അവർക്ക് ബാങ്കിൽ കിണിങ്ങെന്ന് പറയുന്ന സൗണ്ട് കേൾക്കും, എത്തും. അങ്ങനെ ഇഷ്ടംപോലെ ഗവൺമെൻറ് ഖജനാവിൻ്റെ കാശുകൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്ന് നന്നായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം ഇന്ന് നരേന്ദ്രമോദി നിർത്തലാക്കി. ആ പൈസകളെല്ലാം ഖജനാവിലേക്ക് വന്നു, രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വന്നു. രാഷ്ട്രം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് കോൺഗ്രസ് ഇരുന്നപ്പോൾ എത്രാം സ്ഥാനം? സാമ്പത്തികത്തിൽ 27ാം സ്ഥാനത്തായിരുന്നു. നമ്മുടെ DGP റേറ്റ് $2.2 ട്രില്യൺ ഭാരതത്തിൻ്റെ സാമ്പത്തിക ശേഷി. ഇന്നോ? അന്ന് 4% ആയിരുന്ന കോൺഗ്രസ് ആ $1 ട്രില്യൺ വെറും 12 വർഷം കൊണ്ടാണ് നരേന്ദ്രമോദിജി 6.7 മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് ഭാരതം 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ കൂടി സ്നേഹമുള്ള സ്വയം സേവകർ. രാഷ്ട്രം എന്ന് പറയുന്നത് അമ്മയാണ്, ഭാരതാംബയാണ് എന്നുള്ള ആ സ്വയം സേവകരായിട്ടുള്ള ഒന്നും മക്കളും ഭാര്യയും ഒന്നുമില്ലാത്ത ഭരണാധികാരികൾ ഭാരതത്തിൽ വന്നപ്പോൾ ഭാരതം വൈഭവശാലിയായ ഭാരതമായി വളർന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.